നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഫെബ്രുവരി 5-ാം തീയതി എനിക്ക് വർക്ക് ഉണ്ടായത് ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മെസ്സേജ് അയക്കാം, ഫെബ്രുവരി 5-ന് വരില്ലേ വെച്ചിട്ട്. അപ്പൊ തന്നെ എന്റെ നോട്ട്സ് പോയിട്ട് നോക്കി, സ്ലോട്ട് നോക്കിയിട്ട് അപ്പൊ അതിലൊന്നും നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആളോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ആൾ എന്നെ കുറെ നാൾ മുമ്പേ ബുക്ക് ചെയ്ത്. സംഭവം എന്റെ വാട്സപ്പ് ഡിലീറ്റ് ആയിട്ടാകുമ്പോൾ എല്ലാ കോൺടാക്ട്സും പോയി. അങ്ങനെയാണ് എനിക്ക് മറന്നുപോയത് ആളെന്നെ ബുക്ക് ചെയ്ത കാര്യം. ലൊക്കേഷൻ വരുന്നത് തൃക്കരിപ്പൂർ. പയ്യന്നൂരിലേക്ക് ട്രെയിൻ പിടിച്ച് അവിടെ നിന്ന് ബസ്സിൽ പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ നടന്നത്. ട്രെയിൻ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ നിന്ന് ബസ് സമരമാണ്. അങ്ങനെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ബ്രൈഡിന്റെ വീട്ടിലേക്ക് ഞാൻ പോയത്. ബ്രൈഡിനോട് 10:00-ക്കാണ് എത്താൻ പറഞ്ഞത്. ഞാൻ കുറച്ച് നേരത്തെ ഒരു 9:45 തന്നെ ഞാൻ ഈ ലൊക്കേഷനിലേക്ക് എത്തി. ബ്രൈഡിന്റെ പേര് അനുഷ്ക എന്നാണ്. മറ്റേ സിനിമ നടി അനുഷ്ക അല്ല കേട്ടോ. ആള് ജനിച്ചതും വളർന്നതും എല്ലാം പൂനെയിലാണ്. ഡിസൈൻ ഒക്കെ നേരത്തെ കൺഫേം ആയതുകൊണ്ട് തന്നെ വർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പൂനെയിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ആയത് അറിഞ്ഞതേ ഇല്ല. 10:15 വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പേരും പിന്നെ ഒരു ഹാർട്ടും കൂടി അതിൽ വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടാണ് ഒരു സൈഡ് കംപ്ലീറ്റ് ആയത്. ഒരു കൈക്ക് ആയ ശേഷം ബ്രൈഡ് കുറച്ച് റെസ്റ്റ് എടുത്തു. ആ സമയത്ത് പാർട്ടി ഹെന്നയും കൂടി ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക് ആയിരുന്നത്. മറ്റേ സൈഡ് വെഡിങ് ഡേറ്റും കൂടി എഴുതി കൊടുത്തിരുന്നു. പാമിലേക്ക് ബ്രൈഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ദിര ഡിസൈൻ തന്നെയായിരുന്നു ചെയ്തു കൊടുത്തത്. ഫ്രണ്ട് ഹാൻഡിന് മേച്ചാവുന്ന രീതിയിലാണ് കാലിലേക്കും ചെയ്തു കൊടുത്തത്. ബാക്ക് സൈഡിലേക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തുടങ്ങിയിട്ട് ഒരു 3:15 ബാക്കിലെ 2 സൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് അടുക്ക് തന്നെ ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിരുന്നു. ബ്രൈഡിന് കൂടാതെ പാർട്ടി ഹെന്നയും ചെയ്യാനുണ്ടായി. ഏകദേശം ഒരു 17 സൈഡ് ഉണ്ടായിട്ടുണ്ടാവും ഹെന്ന ചെയ്യാൻ വേണ്ടി. ആദ്യം ഇട്ടത് ബ്രൈഡിന്റെ ഫ്രണ്ട്സിനായിരുന്നു. ഗുജറാത്ത്, പൂനെ എന്നിവിടങ്ങളിൽ നിന്നാണ് ബ്രൈഡിന്റെ ഫ്രണ്ട്സ് വന്നത്. അവർക്കാർക്കും മലയാളം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ മലയാളത്തിൽ താങ്ക് യു എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചറിഞ്ഞിട്ടാണ് അവർ എന്നോട് നന്ദി പറഞ്ഞത്. ബ്രൈഡ് ആണെങ്കിലും ബ്രൈഡിന്റെ ഫാമിലി ആണെങ്കിലും വളരെ നല്ല കംഫർട്ട് തരുന്ന ഒരു ആൾക്കാരായിരുന്നു. അങ്ങനെ ആളുടെ കസിൻ ആയിരുന്നു എന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടത്. 7 മണിക്കായിരുന്നു ട്രെയിൻ. 9 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.